മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങൾ കാണുകയാണ് തത്സമയം. 2 ലക്ഷം രൂപ അധിക ഫണ്ട് ഉള്ള തീരുമാനം എന്നെടുത്തു. എല്ലാവർക്കും നേരത്തെ വന്നിരുന്നൊരു നിർദ്ദേശമാണ്. അത് പൂർണ്ണമായി പണം കൊടുത്ത് ഏകദേശം 5 കോടി രൂപയിലധികം കൊടുത്ത് എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നീട് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 3 കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഏറ്റവും പ്രധാനമായിട്ട്. പിന്നീട് നമുക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ചരക്ക് നീക്കത്തിന് 2026 ഓഗസ്റ്റ് 18 തുടക്കം കുറിക്കുകയാണ്. ഇതുവരെ അവിടെ നടന്നിരുന്നത് ട്രാൻസ്ഷിപ്മെൻറ്റും മാത്രമാണ്. ഇതിൽ 60% കണ്ടെയ്നറുകളും മറ്റ് രാജ്യങ്ങളുടേതായിരുന്നു. തുറമുഖത്തിൻ്റെ നേരിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മുടെ നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് ഈ എക്സിം ചരക്ക് നീക്കം. കസ്റ്റംസ് കമ്മീഷണറേറ്റ് ആവശ്യമായ പബ്ലിക് നോട്ടീസെല്ലാം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. NHAയുടെ നിർദ്ദേശപ്രകാരം തുറമുഖ റോഡിൽ നിന്ന് NH 66 താൽക്കാലിക റോഡ് സംവിധാനം പൂർത്തിയാക്കി. നിലവിൽ തിരുവനന്തപുരത്ത് CFS സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ തുറമുഖത്തിനുള്ളിൽ തന്നെ കസ്റ്റംസ് ബോണ്ടഡ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഇപ്പോൾ ലോകസഭ പാസ്സാക്കിയ ഒരു നിയമം, അത് കേരളത്തെ ഗൗരവതരമായി ബാധിക്കുകയാണ്. ദ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻസ് അമെൻമെൻറ്റ് ബിൽ 2026. അത് സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതും ഫെഡറൽ വ്യവസ്ഥിതിക്ക് വിരുദ്ധവുമാണ്. ഖനന നിയമ ഭേദഗതിയുടെ പേരിൽ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ 18ാം ഇനമായി വരുന്ന ഭൂമിയുടെ അധികാരവും അവകാശവും കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവരുന്നുള്ള നീക്കമാണ്. നാളിതുവരെ ഖനന പാട്ടം നൽകുന്നതിനും അതിനായി സംസ്ഥാന സർക്കാരിന് റോയൽറ്റി, ഇതര ഫീസുകൾ എന്നിവ നിശ്ചയിക്കാനും അധികാരമുണ്ട്. ഭൂമി പൂർണ്ണമായും സ്റ്റേറ്റ് ലിസ്റ്റിലെ, ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ, ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ 18ൽ ഉൾപ്പെട്ടു വരുന്നതാണ്. ഭൂമി സംബന്ധിച്ച പൂർണ്ണമായ നിയമനിർമ്മാണ അധികാരം സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലാണ്. അപ്പോൾ അതൊരു ഫെഡറൽ വ്യവസ്ഥിതിക്ക് വിരുദ്ധമായൊരു നിയമമാണ്. ഇത് കേരളത്തിനെയും വളരെ ഗൗരവതരമായി നമ്മൾ ബാധിക്കും. തീരദേശവും വനവും പോലും ഒഴിവാക്കാതെയാണ് മിനറൽ ബെയറിംഗ് ലാൻഡ് എന്ന നിർവചനത്തിലൂടെ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ കേന്ദ്രം കടന്നുകയറ്റം നടത്തുന്നതിനായിട്ടുള്ള ഭേദഗതി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ അതിശക്തമായിട്ട് എതിർക്കാൻ ഉള്ള തീരുമാനമാണ് സംസ്ഥാനത്തിൻ്റേത്. സംസ്ഥാനത്തിൻ്റെ ആ പ്രതിഷേധവും അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. അല്ല, അത് അവരുടെ ഒരു കണ്ടീഷനാണ്, അവർ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ അത് ഉണ്ട് അവർക്ക്. ഫോട്ടോ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒന്നും വയ്ക്കാനില്ല, ഒരു എംബ്ലം, ഒരു ലോഗോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ അതിൻ്റെ അകത്ത് അവർ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ല, അത് MOU വയ്ക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. ഇല്ല, തീരുമാനം അതിന് നമ്മളൊരു ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളൊരു എംപവേർഡ് കമ്മിറ്റി, ചെയർമാനായിട്ടുള്ളൊരു എംപവേർഡ് കമ്മിറ്റിയെ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ റിപ്പോർട്ട് തന്നിട്ടില്ല. അതിപ്പോൾ ഉടനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിൻ്റെ സ്ട്രാറ്റജിക് കാര്യങ്ങൾ, സെക്യൂരിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരാണ് അനുമതി കൊടുക്കേണ്ടത്. അവരത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. അത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് പര്യാപ്തമല്ല. കുറച്ചുകൂടി ഫലപ്രദമായി, കുറച്ചുകൂടി ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ബാക്കി വിദഗ്ധരുമായിട്ട് കൂടി ആലോചിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ, ഒരാളെ കാണാതായി കഴിഞ്ഞാൽ, കടലിൽ കാണാതായി കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ മിനിറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യും.
അതെല്ലാം പരിഗണിക്കും അതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും പല രീതിയിലുള്ള സഹായം അവർക്ക് നൽകേണ്ടതുണ്ട്. അതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും അത് പരിശോധിക്കും. മുതലപ്പുഴയിലെ അപകടാവസ്ഥ പരിഹരിക്കാൻ ആദ്യത്തെ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. അടുത്ത യോഗം അടുത്തയാഴ്ച തീയതിയാണ്. താൽക്കാലികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ യോഗത്തിൽ തീരുമാനമെടുക്കും. ലോങ് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളും ആ തീരുമാനമെടുക്കും. ചില എക്സ്പേർട്ട് കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. IIT ഉൾപ്പെടെയുള്ള ചില എക്സ്പേർട്ട് കമ്മിറ്റികൾ. ഒരു അപകട മേഖല 80-ലധികം ആളുകളാണ് അവിടെ മരിച്ചത്. അതിന് അവിടെ ഹ്രസ്വകാലത്തേക്കുള്ള പരിഹാരവും വേണം, ദീർഘകാലത്തേക്കുള്ള ഒരു പരിഹാരവും വേണം. അതവിടെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഞാൻ തന്നെ നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുള്ള വിഷയമാണ് നേരത്തെ. തീർച്ചയായിട്ടും പൂർണ്ണമായി ആ കുടുംബത്തെ സംരക്ഷിക്കും. അവരുടെ വീട് നിർമ്മിക്കാൻ ഞാൻ തന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീട് പൂർത്തിയാക്കി നല്ലൊരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊടുക്കും. ബാക്കിയുള്ള നഷ്ടപരിഹാരങ്ങളെല്ലാം കൊടുക്കും. നമുക്ക് ഏതെല്ലാം രീതിയിൽ ഈ കുടുംബങ്ങളെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഗവൺമെൻറ് സഹായിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കാൻ പറ്റും. ആലോചിക്കും നമ്മൾ തീർച്ചയായിട്ടും. അല്ല, ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണുള്ളത്. കായിക വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഗൗരവതരമായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്, സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് വേണ്ട നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കും. സർക്കാരിനെ ഒഴിഞ്ഞു മാറാൻ കാരണം സർക്കാർ ഇതിൻ്റെ ഭാഗമല്ല. കേരളത്തിൽ വന്ന് മെസ്സി കളിക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത് തന്നെ കൊടുത്തത് ഇവരുമായിട്ട് എഗ്രിമെൻറ്റ്, അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നു പ്രൊസീജിയർ? എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടാണോ കൊടുത്തത്? ഒന്നുമല്ലല്ലോ കൊടുത്തത്. ഒരു കമ്പനിക്ക് അത് കൊടുത്തു. വിപണി മൂല്യനിർണ്ണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിൻ്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ല. ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല. പിന്നെ ഇത് സംസ്ഥാന ഗവൺമെൻറ്റും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ? പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളെല്ലാം ധാരാളം വരുന്നുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മുമ്പിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏതോ സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് പറയും. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിന് മീത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതേ എല്ലാ മാർഗത്തും.